DA വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ 16-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ആ ദിവസം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അന്ന് മുതൽ എടുത്ത കുറച്ച് വീഡിയോസ് ഉണ്ട്. അതുപോലെ ഹോസ്പിറ്റലിലെ റൂം കാണിക്കുമെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റൂമിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Well, that scratching is making me sick. ഓർക്കണിട്ടിട്ടുള്ളൂ. മണി 7:30 ഇനി കുളിച്ച് റെഡിയായി 9 മണിക്ക് പോകണം. നിംസിൽ 9:30 മുതൽ 3 മണി വരെയാണ് എക്കോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച റിസൾട്ട് കൊണ്ടുപോയി യാനയിൽ കാണിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ടുണ്ട്. ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വേദനകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ നിംസിൽ പോയിട്ടാണ് യാനയിലോട്ട് പോയത്. 2 പ്രാവശ്യം ലേബർ റൂം വിസിറ്റ് ചെയ്തിട്ട് വീണ്ടും റൂമിലോട്ട് വന്നത് കിടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വേദന വരണം പോകണം. വലിയ വേദനയല്ല, ഒരു 10 മിനിറ്റൊക്കെ നീണ്ടിരിക്കുന്ന വേദന വരണം പോകണം, അങ്ങനെ ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ 17-ാം തീയതിയായി, ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഹാർട്ട് ബീറ്റ് നോക്കാൻ പോകാൻ വേണ്ടി റെഡിയായി ഇരിക്കുന്നു. ഡോക്ടർ വന്നിട്ട് പോയി. ഇന്നിപ്പോൾ പെയിനൊന്നും വന്നില്ലല്ലോ. അപ്പോൾ ഇന്നുകൂടെ നോക്കിയിട്ട് പെയിൻ വന്നില്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാത്രി 2 മണിയായപ്പോൾ എഴുന്നേറ്റിരുന്ന് മുന്തിരി തിന്നുന്ന സീനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാനയിലെ 17-ാം നമ്പർ റൂമിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ്. നേരെ പുറത്തൊരു സ്കൂളാണ് കാണുന്നത്. പിന്നെ അതുപോലെ അവിടുത്തെ ആകാശം നോക്ക്, എന്തൊരു ഭംഗി, വരച്ചു വെച്ചതുപോലെ ഇല്ലേ, അത്രയ്ക്ക് ഭംഗി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂമാണ് റൂം നമ്പർ 17. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള റൂമിലൊക്കെ ഇങ്ങനെ പറ്റുമോ എന്നുള്ള കാര്യം അറിഞ്ഞത്. ഗുഡ് മോർണിംഗ്. ഇന്ന് 18-ാം തീയതി സൺഡേ ആയിട്ടുണ്ട്. ഇന്ന് മിക്കവാറും ഡിസ്ചാർജ് ആയിരിക്കും കേട്ടോ. എനിക്ക് പിന്നീട് പെയിനൊന്നും വന്നില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ കുളിച്ച് സുന്ദരിയായിട്ടുണ്ട്. ഇതെല്ലാം പൊട്ടുന്നുണ്ട്. വാസ്ലിൻ ഇട്ടു. റൂം കാണിക്കുന്നതാണ് റൂം.
ഇതാണ് ഞങ്ങളെടുത്ത റൂം. ഇവിടെ ബെഡ് 3 ബെഡുണ്ട്. പിന്നെ TV, ഫാൻ. ഇത് നോൺ AC റൂമാണ്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തത് റൂംസ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത് AC റൂം, അല്ലാതെ സിമ്പിൾ റൂം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ റേറ്റ് വരുന്നത് സിമ്പിൾ റൂമിന് ഒരു റേറ്റ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഒരു റേറ്റ്, പിന്നെ AC റൂമിന് വേറെ റേറ്റ്, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ സാധാ നമ്മൾ പുറത്ത് മറ്റുള്ള ഹോസ്പിറ്റലുകളിൽ റൂം റെൻറ്റിന് മാത്രം തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ചിലവാകും. ഇവിടെ നമുക്ക് സാധാരണക്കാർക്ക് പോലും താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റൂം ഫെസിലിറ്റി ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂമാണിത്, റൂം നമ്പർ 17. ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ പുറത്ത് സ്കൂള്, നല്ല സൂപ്പർ വ്യൂ. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇത് 3ാമത്തെ നിലയാണ്. അപ്പോൾ ഡിസ്ചാർജ് ആയ ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 21-ാം തീയതി ഡിസ്ചാർജ് ആയിട്ട് അടുത്ത 22-ാം തീയതി രാവിലെ ഒരു 2 മണിയായപ്പോൾ വീണ്ടും എനിക്ക് പെയിൻ വന്നു. വേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അരമണിക്കൂറിലാണ് ഇവിടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇങ്ങ് തിരുവനന്തപുരം വരെ ഞാനവരെ എത്തിയത്. അത്രയ്ക്ക് സ്പീഡിലാണ് വണ്ടി ഓടിച്ച് വന്നത്. ഞാൻ അത്രയ്ക്ക് കരച്ചിലും ബഹളമായിരുന്നു വേദന എടുത്തിട്ട്. ഞാനിവിടെ ഗേറ്റ് കിടന്നതും എൻ്റെ വേദനയൊക്കെ പമ്പ കിടന്നു. പിന്നെ രാത്രി അത്രയും ലേബർ റൂമിനകത്ത് കിടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് BP ലോ ആയിരുന്നു. വന്നപ്പോഴത്തേക്കും അങ്ങനെ ട്രിപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് 23-ാം തീയതി രാവിലെ ഇങ്ങോട്ട് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല പെയിൻ വരെയാണെങ്കിൽ നമുക്ക് നോക്കാം, അല്ലാതെ 35 വീക്സ് എങ്കിലും ആവാതെ ഡെലിവറി ചെയ്താൽ ഇങ്ങനെ പെയിൻ വന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് വെയിറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നോക്കാമെന്ന് പറഞ്ഞ ഒരു ദിവസം കൂടി. പെയിൻ വന്നില്ലെങ്കിൽ നാളെ ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് യൂറിനറി ഇൻഫെക്ഷന് മെഡിസിൻ കഴിക്കാമോ, അല്ലെങ്കിൽ പനിക്ക് മെഡിസിൻ കഴിക്കാമോ, തലവേദനയ്ക്ക് മെഡിസിൻ കഴിക്കാമോ, പാരസെറ്റമോൾ കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ചൊന്നും ആദ്യത്തെ ഫസ്റ്റ് പ്രാവശ്യം പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ നല്ല തീ പോലെ പനി വന്നിട്ട് മെഡിസിൻ കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും മെഡിസിൻ കഴിച്ചിട്ടില്ലായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ ഒക്കെ ചെയ്തു പോയത്. എന്ന് വെച്ചാൽ ഇതിനുള്ള ടാബ്ലറ്റൊക്കെ കഴിച്ച് എന്തെങ്കിലും ദോഷം വരുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറെ കണ്ടിട്ട് പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാനുള്ള മെഡിസിനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മെഡിസിൻ കഴിക്കണം. എനിക്കൊന്ന് കഴിക്കാതിരുന്നത് കൊണ്ട് എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന്, എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് അസുഖം വന്നാലും ഡോക്ടറെ കാണണം. ഇതിപ്പോൾ ഞാനിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്ന് ഓരോരോ ആവശ്യങ്ങൾക്ക് അഡ്മിറ്റ് ആയതെന്ന് ഞാനായിരിക്കും. ചിലർക്ക് വേദന വന്നിട്ട് പിന്നെയും നല്ല വേദന വരട്ടെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കും. എനിക്കാണെങ്കിൽ ഭയങ്കര പേടി. ഫസ്റ്റ് അനുഭവം ഉണ്ടായത് കൊണ്ട് എന്തെങ്കിലും പറ്റിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ളത് ഞാനായിരിക്കും. മിക്കവാറും അതിനുള്ള അവാർഡ് എനിക്ക് തന്നെ കിട്ടും.